ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തിപ്പഴം തിന്നാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും കാണത്തില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് അത്തിപ്പഴം. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും നല്ല രുചിയുമുള്ള ഒരിനം പഴമാണ് അത്തിപ്പഴം. അത്തിയെന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നുണ്ടല്ലോ, വലിയ വടവൃക്ഷം പോലെ വളർന്ന് തണൽ മരമായിട്ട് നിൽക്കുന്ന ഒരിനം അത്തിയില്ലേ, അതിൽ നിറയെ കായ്കളുണ്ടാകും. ആ തടി നിറച്ച് കായ്കളുണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന അത്തിപ്പഴം എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്യാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നേരിട്ട് ചെടികളിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരിനം അതീവ രുചിയുള്ള അത്തിപ്പഴമുണ്ട്. അത് നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത് ഈ ചെടിയാണേ. കണ്ടോ, ഇത് നട്ടുപിടിപ്പിക്കുന്നത് ഇവിടെ 2 കാലിച്ചട്ടികളുണ്ട്. നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടികൾ കൊണ്ടുവന്നാൽ ഇപ്പം സൗകര്യത്തിന് മണ്ണൊക്കെ കൂട്ടുന്ന അവസരമാണെങ്കിൽ നമ്മൾ ഈ മണ്ണങ്ങ് നിറച്ച് വെക്കും കേട്ടോ. ഇതുപോലത്തെ അത്തിപ്പഴം വളർത്താനായിട്ടേ നമ്മൾ ഇച്ചിരി വലിപ്പമുള്ള ചട്ടി എടുക്കണം. ഇപ്പം ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 അടി വിസ്താരമുള്ള ഏകദേശം 1.5 അടി തന്നെ ഉയരവുമുള്ള പഴച്ചെടി വളർത്താൻ പറ്റുന്ന നല്ലൊരു ചട്ടിയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ആ മണ്ണിനെ ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് മറിച്ചിടാം. അപ്പം നല്ല വലിപ്പമുള്ള പാത്രം, നല്ല വലിയ പെയിന്റ് ബക്കറ്റോ അല്ലെങ്കിൽ വലിയ വിസ്താരമുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചട്ടികളോ ഒക്കെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇതിനൊരു ഗുണമുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് വേണമെങ്കിലും വളർത്തി അത്തിപ്പഴം തിന്നാനായിട്ട് സാധിക്കും. അപ്പം മറ്റേ അത്തിയൊക്കെ വളർത്തണമെങ്കിൽ ഒത്തിരി ഇട വേണ്ടേ, ഒത്തിരി സ്ഥലം ഉള്ളവർക്കല്ലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് കൊതിക്കാതെ തിന്നാനായിട്ട് പറ്റും. അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തെ മണ്ണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇപ്പം കാണിക്കാതെ ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് തന്നെ നടത്തേയുള്ളൂ. കാരണം ഇത് എങ്ങനെയാണ് നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ ഈ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമാണേ, നല്ലതുപോലെ നീർവാർച്ച വേണം. വെള്ളം കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന, പെട്ടെന്ന് ഫംഗസ് രോഗം ബാധിക്കുന്ന ഒരു ചെടിയാണ് അത്തി. ഇപ്പം നമ്മളെ പോലുള്ള പലരും പഴച്ചെടികൾ വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ അത്തി വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴൊക്കെ അത്തി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫംഗസ് രോഗങ്ങളാണ്. ഫംഗസ് രോഗങ്ങൾ എപ്പോഴും വരുന്നത് വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ്. ഈ പാത്രത്തിലെ മണ്ണിനെ ഇതിനകത്തോട്ട് കുടഞ്ഞിടാൻ പോവുകയാണേ. വെറുതെ അങ്ങോട്ട് കുടഞ്ഞിടുന്നതേ ഉള്ളൂ. കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് നല്ലപോലെ ഉണങ്ങിയ ഇലയൊക്കെ ഇട്ട് നടാൻ പാകത്തിന് ഞാൻ മണ്ണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാക്കുന്ന സാധാരണ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും. ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല അളവിൽ നമ്മൾ ചാണകപ്പൊടി ചേർക്കും. അതുപോലെ മണ്ണ് ഉപയോഗിക്കുന്നത് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണാണേ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മറിച്ചിട്ടല്ല ഞാനിത്. ഇതിനകത്തെ ഹോള് കണ്ടോ, നല്ലോണം ഹോൾസ് ഉണ്ട് കേട്ടോ. അകത്തൂടെ നോക്കിയാലും പുറത്തൂടെ നോക്കിയാലും കാണാം നല്ല പോലെ ഹോൾസ് ഉള്ളതാണ്. അപ്പം ഞാൻ ഈ ഹോളൊക്കെ ഓട് വെച്ചിട്ടൊന്ന് അടയ്ക്കുവാണേ. ഇവിടെ ഒരു ഓടും കഷ്ണം വെച്ചു. അങ്ങനെ ഞാനിത് അടച്ചിട്ട് കാണിക്കാവേ. ആദ്യം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉണങ്ങിയില ഇടാം. കണ്ടോ, ഇത് കൊഴിഞ്ഞു വീണിരിക്കുന്ന ഇലയാണ്. എന്തായാലും ഇലകളാണ്. ഇത് കുറച്ച് തൊണ്ടാണ്. അപ്പം ഞാൻ ഈ തൊണ്ടൊക്കെ അരിയിലേക്ക് വെക്കുവാണ്. അപ്പം വെള്ളം ചട്ടിക്കകത്തൊന്ന് വാർന്നു വന്നു കഴിഞ്ഞാൽ ആ നനവ് അതിനകത്ത് നിൽക്കും. എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുമല്ല കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തൊന്ന് കുറേശ്ശെ മണ്ണ് ഇതിനകത്തോട്ട് കോരി ഇടുവാണ്. കുറച്ച് മണ്ണേ ഇടുന്നുള്ളൂ, കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ ഇങ്ങനെ ഇടാൻ. ഇങ്ങനെയൊക്കെ എടുത്താൽ തീരുവല്ല. കണ്ടോ, കുറച്ച് മണ്ണ്, അതായത് ഒരു 2-3 ഇഞ്ച് കനത്തിൽ മണ്ണും ഇലകളും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ചെടി വെക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതിൻ്റെ കവർ അങ്ങ് മാറ്റണം. വെള്ളത്തിലോട്ട് ഞാൻ ഇതൊന്ന് മുക്കി വെച്ചിരിക്കുവാണേ, ഇതിൻ്റെ മണ്ണൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണേ. നമുക്കത് ഇതിൻ്റെ കവർ അങ്ങോട്ട് മാറ്റാം. ഈ വരുന്ന ചെടികളുടെ എല്ലാം തന്നെ ഉണ്ടല്ലോ, അങ്ങോട്ട് ഞാൻ വെറുതെ ഇട്ടതാണ്, എടുത്ത് മാറ്റണം. ദേ അടിയിലിരിക്കുന്ന കണ്ടോ, പശിമയുള്ള മണ്ണാണേ. അപ്പോൾ ആ പശിമയുള്ള മണ്ണങ്ങ് നമുക്ക് കളയണം. അല്ലെങ്കിൽ വേര് പുറത്തോട്ട് വരാനും ചുറ്റും പടരാനുമുള്ള സാധ്യത കുറയും. എന്നാൽ തീരെ മണ്ണങ്ങോട്ട് കളയുകയും വേണ്ട. അതിൻ്റെ അടിയിൽ ഈ വേരുകളൊക്കെ പുറത്ത് വരുന്ന കണ്ടോ, ഇത്രയൊക്കെ വന്നാൽ മതി. കണ്ടോ, അപ്പം നമ്മളൊന്ന് പതുക്കെ ഞെക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഇങ്ങനെ മണ്ണിലേക്ക് വെക്കാം. കണ്ടോ, ഇതിൻ്റെ ടാഗൊക്കെ കിടപ്പുണ്ട്.
ടാഗ് നമുക്ക് മുകളിലോട്ട് ഇട്ടേക്കാം, താത്തുവിടാം. അപ്പം ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം വേരും തണ്ടും ഒക്കെ ഈ ഭാഗത്തല്ലേ, കുറച്ച് ദൂരോട്ട് മാറ്റിയായിട്ട് ഞാൻ ഒരു പിടി ജൈവവളം ഇട്ട് കൊടുക്കുവാണേ. ചാണകപ്പൊടിയും അതുപോലെ ഉള്ള വളങ്ങൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ തണ്ടേലും വേരേലും മുട്ടാതെ വേണം നിങ്ങളത് ചെയ്യാൻ. എന്ത് തരത്തിലുള്ള വളം, ചാണകപ്പൊടിയാണെങ്കിൽ മാത്രം മുട്ടിയാലും ചേർന്നിരുന്നാലും ഒന്നും കുഴപ്പമില്ല. ബാക്കി എന്ത് വളവും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ചിലത് കുഴപ്പമില്ല, ചിലത് കുഴപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങ് സൂക്ഷിച്ചേക്കുക. അപ്പം ഇത് ഈ മിക്സ് ചെയ്ത നല്ല മണ്ണാണല്ലോ. അപ്പം ഞാൻ ഈ മണ്ണ് ഇതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇത് നല്ല വിസ്താരമുള്ള പാത്രം ആയതുകൊണ്ട് എത്ര ഈ ലെവലിൽ മണ്ണ് വന്നാൽ മതി. ഇനി നല്ലോണം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ മണ്ണിന് ഇതിനകത്ത് ഇരുത്തം വരും കേട്ടോ. അപ്പം നമ്മൾ നടിയിൽ കഴിഞ്ഞു. ഈ പോലുള്ള ചെടിയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം വളർത്താൻ. അതുപോലെ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം വേനൽക്കാലം ആണെങ്കിൽ 2 നേരവും നനച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ പാത്രത്തിന് നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഇടുന്ന മണ്ണെന്ന് പറയുന്നത് നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് ഫംഗസ് വരും, വേരുകളൊക്കെ ചീഞ്ഞു പോകും, ചെടി നമുക്ക് നഷ്ടമാകും. അങ്ങനെയാണ് ചെടി പോകുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നടിയിൽ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ചുറ്റുമായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഇപ്പോൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ധാരാളം മതി ഈ സമയത്ത്. ഇപ്പം മഴയൊക്കെ ഉള്ള സമയമാണല്ലോ. വെച്ചപ്പോഴൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇളക്കം വരുമോ, വേരിനൊരു ഉണക്കോ ചൂടോ ഒക്കെ തട്ടിയിട്ടുണ്ട്, അതൊക്കെ മാറിക്കോളും ഈ വെള്ളം ഒഴിക്കൽ കൊണ്ട്. അപ്പം നമ്മൾ നടിയിൽ കഴിഞ്ഞു. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം. ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും വളം കൊടുക്കണം. നമ്മളുണ്ടാക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെടി വളരുകയും ചെയ്യും, പൂക്കുകയും ചെയ്യും. ഇനി അതിന് സൗകര്യമില്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വളം കൊടുത്തോണം. 2 ആഴ്ച കൂടുമ്പം കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ വളം കൊടുക്കണം. പിന്നെ നമുക്കിതിൻ്റെ പ്രൂൺ ചെയ്യാം. ഇപ്പം ഇതിനെയാണെങ്കിൽ ചുവടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വെച്ചിട്ട് പ്രൂൺ ചെയ്യാം. അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ വലിപ്പം നമുക്ക് ക്രമീകരിച്ച് നല്ല ഭംഗിയായിട്ട് നിർത്താൻ സാധിക്കും. കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായി വരും. ആ ശിഖരങ്ങളിലാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓരോ ഇലഞ്ഞെട്ട്, ഇപ്പം ഇതുപോലത്തെ ഇലയില്ലേ, ഇലയും തണ്ടും ചേരുന്നിടത്ത് നിന്ന് ചെടി വളരുന്നതിനനുസരിച്ച് കായ്കളും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല പഴുത്ത് വരുന്ന അവസരത്തിൽ നമുക്കത് ഓരോന്നോരോന്ന്, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ പുതിയൊരു ചെടി കൂടുതലായിട്ട് നട്ടുവെച്ചതാണേ. ഇതുപോലെ നമ്മൾ അത്തിച്ചെടി നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ അത്തിച്ചെടി നഷ്ടപ്പെട്ടു പോകത്തുമില്ല. വരുന്ന ഓരോ ഇലഞ്ഞെട്ടുകളുടെ ഇടയിലും കായ്കളും ഉണ്ടാകും. നിങ്ങൾക്ക് എന്നും തന്നെ ഇപ്പോഴും പറിച്ച് തിന്നാനായിട്ട് പറ്റും. പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് മുതലയും കുരങ്ങനും ചേർന്ന് ഒരു അത്തിപ്പഴത്തിൻ്റെ കഥ ഉണ്ടായിരുന്നു. ആ പാഠം പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ നിങ്ങൾ ഒരു അത്തിപ്പഴം വാങ്ങിച്ചു വെക്കുക. ഇപ്പം അത്തി മരത്തിനെ ഓർത്തിട്ടല്ല, ഇതുപോലുള്ള അത്തിച്ചെടി നമുക്ക് നട്ടു വളർത്താൻ ഇതുപോലെ ഒരു മതിലിൻ്റെ പൊക്കത്തിലോ അല്ലെങ്കിൽ മിറ്റത്തിൻ്റെ അടുത്തൊരു ശകലം സ്ഥലമുള്ളിടത്തോ ഒക്കെ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്നും തന്നെ അത്തിപ്പഴം തിന്നാനായിട്ട് പറ്റും. ഇതിന് വലിയ വിലയൊന്നും ഉള്ളതല്ല. ചെറിയൊരു ഇതുപോലത്തെ ഒരു ചെടി, ഇത് തന്നെ പല ഇനങ്ങളുണ്ട് കേട്ടോ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിൽ കിട്ടുന്ന ഈ അത്തിപ്പഴത്തിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചു വെക്കാൻ മറന്നു പോകല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഒരു ചെറിയ അടുക്കളത്തോട്ടം നട്ടു വളർത്തുന്നതിന് ആവശ്യമായ എല്ലാ ഇനം പച്ചക്കറി വിത്തുകളും ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പച്ചക്കറി വിത്തുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് സെൻഡ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കിത് വീട്ടിലെത്തിച്ചു തരാം. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം.